വിമാന ടിക്കറ്റ് 48 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയാൽ പുതിയ അധിക നിരക്കില്ല. ബുക്കിംഗിൽ മാറ്റം വരുത്തിയാലും ഫീസില്ല. DGCA പുതുക്കിയ മാനദണ്ഡങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു. ബസന്ത്, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണിത്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ വലിയ തോതിലുള്ള വിമാന യാത്ര തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി DGCA അന്ന് മുന്നോട്ട് വന്നത്. കഴിഞ്ഞ കൊല്ലം ഇത് സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഇതിപ്പോൾ ഉത്തരവായി ഇപ്പോൾ DGCA പുറത്തിറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് അധിക ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളത് റദ്ദാക്കി പുതിയൊരു ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഫീസ്, ഒരു അഡീഷണൽ ചാർജസ് വാങ്ങിക്കുന്ന നടപടി അംഗീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ നൽകേണ്ടതില്ല എന്നാണ് DGCA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ആഭ്യന്തര വിമാനമാണെങ്കിൽ 7 ദിവസത്തിനുള്ളിലുള്ള വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രകൾക്ക് ഇത് ലഭിക്കില്ല. 15 ദിവസത്തിനുള്ളിലുള്ള അന്താരാഷ്ട്ര വിമാനങ്ങൾക്കും ഇത് ലഭിക്കില്ല. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ഉള്ള അവസരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഒന്നിച്ച് ഉള്ള യാത്രക്കിടയിൽ ആർക്കെങ്കിലും ഒരു ആരോഗ്യ എമർജൻസി, ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ടിക്കറ്റ് പൂർണ്ണമായും റദ്ദാക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ റീഫണ്ടുകൾ 14 ദിവസത്തിനകം നൽകാൻ ആണ് ഇപ്പോൾ DGCAയുടെ മാനദണ്ഡത്തിൽ പറയുന്നത്. അതായത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് അത് പിന്നെ റെയിൽ വഴി പോർട്ടൽ വഴിയായിരുന്നാലും എടുക്കുന്ന ടിക്കറ്റുകൾക്കെല്ലാം തന്നെ റീഫണ്ട് വിമാന കമ്പനികൾക്കാണ് റീഫണ്ട് നൽകാനുള്ള ഉത്തരവാദിത്തം എന്നാണ് ഇപ്പോൾ DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോംസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.